വെൽക്കം ടു ദ ക്ലാസ്. ഹിന്ദു സക്സഷൻ ആക്ട് എന്നുള്ള വീഡിയോ സീരീസിൽ ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ആക്ടിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ഹിന്ദു സക്സഷൻ ആക്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഹിന്ദുക്കൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നിയമവുമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോണത് ഇങ്ങനെ ഈ ആക്ടിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ ഹിന്ദു എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് ഹിന്ദു ബൈ റിലീജിയൻ, അതായത് ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച് ഹിന്ദു മതത്തിലെ ചിട്ടവട്ടങ്ങൾ ഫോളോ ചെയ്തു വരുന്ന ഏതൊരാളെയും ഹിന്ദു ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഹിന്ദു മതം സത്യത്തിൽ ഒരുപാട് സെക്റ്റുകളുള്ള പലതരത്തിൽ പല അടരുകളായിട്ട് കിടക്കുന്ന ഒരു മതമാണ്, ഒരു കോൺഗ്ലോമറേറ്റ് ആണ്. അപ്പൊ അതിൽ പലതരം സെക്റ്റുകളുണ്ട്. അപ്പൊ ഈ ആക്ട് പറയുന്നത് ഏത് തരത്തിലുള്ള സെക്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും ഹിന്ദു ബൈ റിലീജിയൻ ആയിട്ടാണ് പരിഗണിക്കുക. അതായത് വൈഷ്ണവ സെക്ട്, ലിംഗായത്ത്, ബ്രഹ്മസമാജം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സെക്റ്റിൽ ഉള്ള ആളാണെങ്കിലും അവരെയൊക്കെയും ഹിന്ദു ബൈ റിലീജിയൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി അതിനു പുറമേ ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ്, അതായത് ബുദ്ധമതത്തിലോ ജൈനമതത്തിലോ സിഖ് മതത്തിലോ വിശ്വസിക്കുന്ന അവരുടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജനിച്ച് ജീവിക്കുന്ന ഒരാളെ കൂടിയും ഹിന്ദു ആയിട്ടാണ് ഹിന്ദു സക്സഷൻ ആക്ട് പരിഗണിക്കുന്നത്. അവർക്കൊക്കെയും ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമുള്ള നിയമം ബാധകമായിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിലോ, അതായത് ഒരാൾ ഹിന്ദു ആയിട്ടോ ബുദ്ധിസ്റ്റ് ആയിട്ടോ ജെയിൻ ആയിട്ടോ സിഖ് ആയിട്ടോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ പോലും എനി പേഴ്സൺ ഹു ഇസ് നോട്ട് വാട്ട്, ഓക്കെ, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി ഓർ ജ്യൂ, അതായത് മുസ്ലിമോ ക്രിസ്ത്യനോ പാഴ്സിയോ ജ്യൂവോ ഇത് ഏതെങ്കിലും മതത്തിലുള്ള ഒരാളായി സ്വയം ഐഡന്റിഫൈ ചെയ്യാത്ത, അതായത് സ്വന്തം മതം ഈ പറയുന്നതൊന്നുമല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, പാഴ്സി അല്ല, ജ്യൂ അല്ല, അങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് ഈ 4 മതത്തിലും പെട്ട ആളല്ലെങ്കിൽ ഹിന്ദു ആണ് എന്നൊരു പ്രിസംഷൻ ഉണ്ട്. ഓക്കെ, ഇനി അഥവാ അയാൾ ഹിന്ദു അല്ല, ഹിന്ദു ആയിരുന്നിട്ടേ ഇല്ല, ഒരു തരത്തിലും ഒരു ആചാരവും ഹിന്ദുക്കളുടെ ഫോളോ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാത്ത പക്ഷം അയാളെ ഹിന്ദു ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പോ ഈ 4 മതത്തിലും പെടാത്ത ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആള് ഹിന്ദു ആണ് എന്നൊരു പ്രിസംഷൻ ആണ് ഹിന്ദു സക്സഷൻ ആക്ടിനുള്ളത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു അല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, ഇനി കുട്ടികൾ, ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ, ഇത് ഈ ആദ്യം പറഞ്ഞ ഈ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് മതങ്ങളിൽപ്പെട്ട ആളുകളുടെ കുട്ടികൾ ഹിന്ദുക്കളായാണ് ആക്ട് പരിഗണിക്കുന്നത്. ഇനി ഉണ്ടാവുന്ന കുട്ടികൾ ലെജിറ്റിമേറ്റ് ആണെങ്കിലും ഇല്ലെജിറ്റിമേറ്റ് ആണെങ്കിലും, ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വെഡ്ലോക്കിൽ, അതിന് പ്രോപ്പർ ആയിട്ടൊരു വിവാഹ ബന്ധത്തിൽ ജനിച്ച കുട്ടികൾ അല്ലെങ്കിൽ പോലും അവരെയും ഹിന്ദുക്കളായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ഇനി ഈ സാധാരണ അമ്മയും അച്ഛനും ഹിന്ദുക്കളാണെങ്കിൽ കുട്ടികൾ ഹിന്ദുക്കളാണ്. ഇനി അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ ഹിന്ദുവോ ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് ഇത് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാളോ ആയിരിക്കുകയും ആ പാരന്റിന്റെ ട്രൈബൽ, കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ്, ഫാമിലി ആണ് ഈ കുട്ടിയെ വളർത്തിയത് എങ്കിൽ, അതായത് ഇപ്പൊ ഏത് ഫാമിലിയിലാണ് അത് കുട്ടി വളർന്നത് അതിനനുസരിച്ച് ആവുമല്ലോ അവരുടെ ആചാരങ്ങൾ, ചിട്ടവട്ടങ്ങൾ ഒക്കെ ഉണ്ടാവുക. അപ്പോ അത്തരത്തിൽ ഹിന്ദു അല്ലെങ്കിൽ സിഖ് അല്ലെങ്കിൽ ജെയിൻ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയുടെ കൂടെ ആണ് ഈ കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഒരാള് ഈ പറയുന്ന അർത്ഥത്തിൽ ഹിന്ദു ആവുക, അതായത് ഹിന്ദു തന്നെ ആവണം എന്നില്ല, സിഖ് ആവാം, ജെയിൻ ആവാം, ബുദ്ധിസ്റ്റ് ആവാം, ഈ പറയുന്ന അർത്ഥത്തിൽ ഹിന്ദുവായ ഒരു പാരന്റ് ഉണ്ടെങ്കിൽ പോലും ആ രീതിയിലാണ് കുട്ടി വളർത്തപ്പെട്ടതെങ്കിൽ ആ കുട്ടിയെ കൂടിയും ഹിന്ദു ആയിട്ടാണ് പരിഗണിക്കുക. ആ പരിഗണനയ്ക്ക് ഈ കുട്ടി ലെജിറ്റിമേറ്റ് ആണോ ഇല്ലെജിറ്റിമേറ്റ് ആണോ എന്ന വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയുന്നത് എനി പേഴ്സൺ ഹു ഇസ് എ കൺവേർട്ട്, അതായത് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു വന്ന ഒരാളെ ഹിന്ദു ആയിട്ട് പരിഗണിക്കും. റീകൺവേർട്ട്, അതായത് ഹിന്ദു മതത്തിലേക്ക് റീകൺവേർട്ട് ചെയ്തു, ഹിന്ദു മതത്തിലായിരുന്നു മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു പോയി, റീകൺവേർട്ട് ചെയ്ത് ഹിന്ദു മതത്തിലേക്ക് വന്ന ഒരാളെയും ഹിന്ദു ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ, അതായത് ഹിന്ദു എന്ന ആ ഒരു വാക്ക് ഹിന്ദു സക്സഷൻ ആക്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ എക്സ്റ്റൻഷൻ
എത്ര ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യയിലെ മെജോറിറ്റി ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഹിന്ദു സക്സഷൻ ആക്ട്. ഇതിന്റെ ഇനി വരുന്ന പ്രൊവിഷൻസിനെ കുറിച്ച് ഇനിയുള്ള ഓരോ വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ എം റിയലി ഹാപ്പി ടു ഹെൽപ്പ്.